അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, കാരുണ്യത്തിൻ്റെ പത്തിലാണ് നാം ഏവരും നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ അമലും, നമ്മൾ ചെയ്ത ഓരോ നന്മകളും നമ്മളിന്ന് സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, കാരുണ്യത്തിൻ്റെ പത്തിലാണ്. ഏതാനും ദിവസം കഴിഞ്ഞാൽ കാരുണ്യത്തിൻ്റെ പത്ത് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കരുണ ചെയ്യണമെങ്കിൽ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടണമെങ്കിൽ, വിശ്വാസികളായ നമ്മൾ എല്ലാ ജനങ്ങളോടും എല്ലാ സൃഷ്ടിജാലങ്ങളോടും കരുണ ഉള്ളവരായി നമ്മൾ മാറണം. ലോകത്തിലെല്ലാവരോടും കരുണയോടെ പ്രവർത്തിച്ചാലേ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പ്രതിഫലം നമുക്ക് നൽകും. അതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൻ്റെ അവസാനത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, വമൻ ഖളാ ഹാജത്തൽ അഖീഹിൽ മുസ്ലിമി ഫി റമളാൻ. പരിശുദ്ധ റമളാൻ ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ ആവശ്യം ഒരാൾ നിർവഹിച്ചു കൊടുത്താൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നതാണ്. അൽഫ ഹാജത യൗമൽ ഖിയാമ. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അവൻ്റെ 1000 ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ ഓരോരുത്തരും തുറക്കണം. നമ്മുടെ കാരുണ്യത്തിൻ്റെ കവാടം നമ്മൾ ഓരോരുത്തരും തുറക്കണം. നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിൽ എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം വാരി വിതറാൻ ഈ പരിശുദ്ധമായ ഈ റമളാനെ കൊണ്ട് നമുക്ക് സാധിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.